മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു നിവിൻ പോളിയുടെ നമ്മുടെ ആദ്യമുള്ള സോങ്ങുകളൊന്നും കാണുന്ന പോലെ കംപ്ലീറ്റ് ഒരു കോമഡി പാക്കേജ് എന്ന രീതിയിലല്ല ഈ സിനിമ വന്നിരിക്കുന്നത്. കോമഡിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അതിഗംഭീരമായിട്ടാണ് ഷാരിസിൻ്റെ എഴുത്തിലൂടെയും ഡിജോയുടെ സംവിധാനത്തിലൂടെയും സ്ക്രീനിൽ വന്നിരിക്കുന്നത്. കാരണം ഒരു മലയാളി എന്ന രീതിയിൽ നമ്മുടെ ചിന്താഗതി ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ആ ചിന്താഗതിയെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ എഴുത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സിനിമ കണ്ടാൽ ഇങ്ങനെ ഒരു മലയാളി ആവണമെന്നാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുക. കാരണം നമ്മുടെ സങ്കുചിത ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ എങ്ങനെ നമ്മൾ ഇങ്ങനത്തുള്ള മോശം പ്രവണതകളെ കൂടുതൽ പറഞ്ഞ കഥയിലേക്കായി പോകും. ആ പ്രവണതകൾക്കെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ശക്തമായ മെസ്സേജ്, പക്ഷേ അതൊരു മെസ്സേജ് ഒരു ഉപദേശം എന്ന രീതിയിലല്ലാതെ അതിഗംഭീരമായ എഴുത്ത്, ഓപ്പണായിട്ടുള്ള എഴുത്ത്, കൂടെ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയും നിവിൻ പോളിയുടെ അഭിനയത്തിലൂടെയും ഈ പടം ഒരു ഗംഭീര ഹിറ്റായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. നല്ല സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെയുണ്ട് ഈ സിനിമ. ഓരോ മലയാളികൾക്കുമുള്ളൊരു ട്രിബ്യൂട്ടാണ് ഡിജോ ജോസ് ആൻ്റണിയുടെ പേരിൽ നിന്നും അതേപോലെ ഇതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ഷരീഫ് മുഹമ്മദിൻ്റെ അടുത്ത് നിന്നും. പുള്ളി ഒരു പ്രമോഷൻ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മലയാളികളാണ്, നമ്മൾ തൊപ്പിയും വയ്ക്കും കാവ്യം കൊടുക്കും, നമ്മളെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല അവിടെ. നമ്മൾ മതസൗഹാർദ്ദത്തിൽ പേര് കേട്ടവരാണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന് ആർക്കും ഇവിടെ തടയിടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും സൗഹാർദ്ദത്തിനും എന്താ പറയുക ഇമോഷൻസ്, കോമഡി, ഫസ്റ്റ് ഹാഫ് ഉടനീളം കോമഡീസ് ഉണ്ട്. പിന്നെ നമ്മളെന്താ പറയുക നമ്മുടെ ഒരു അയൽ രാജ്യത്തെ ഒരു പൗരനുമായിട്ടുള്ളൊരു സൗഹാർദ്ദത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അതിനിടയിൽ കൂടെ സോഷ്യൽ സറ്റാറായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് കടന്നു പോകുന്നുണ്ട്. ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥയാണ്. ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥ. പുള്ളി എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തു. അതായത് പുള്ളിയുടെ തിരക്കഥകൾ ഉടനീളം ഇന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ജനഗണമനയായാലും പുള്ളി നല്ല രീതിയിൽ പൊളിറ്റിക്കൽ സറ്റാറായിട്ടുള്ള വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇതിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള നല്ല കൊട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫസ്റ്റ് ഹാഫിൽ ഒന്നെല്ലാം കോമഡി കൈകാര്യം ചെയ്തപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്റ്റോറിയിലേക്ക് വന്നു. അതിനിടയിൽ കൂടെ കോമഡി പോകുമ്പോഴും അതിനിടയിൽ കൂടെ ഒരു നല്ലൊരു സ്റ്റോറി, ഇമോഷൻസ്, സൗഹാർദ്ദം, മലയാളികൾക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. ലോകത്തുള്ള എല്ലാ മലയാളികളും ഈ സിനിമ ആസ്വദിക്കും. സാധാരണ ഈ പറയുന്ന നമ്മൾ നാട്ടിൻപുറത്തുള്ളവർക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നത്. കാരണം നമ്മളെ വീട്ടിൽ നമ്മളമ്മ ശകാരിക്കുന്നത് പോലെയാണ് ആലപ്പറമ്പിൽ ഗോപീനെ അമ്മ ശകാരിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആയിട്ടുള്ള ആ ഫസ്റ്റ് ഹാഫിലെ കഥാപാത്രമാണ്. സെക്കൻഡ് ഹാഫിലെ കഥാപാത്രം കണക്റ്റ് ആവുക കുറേ പ്രവാസികൾക്കായിരിക്കും. കാരണം അവരെപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും മലയാളികൾ പറ്റിക്കുന്ന ആൾക്കാരാണ്, മലയാളികൾ ലോകത്ത് മൊത്തം പറ്റിപ്പിൻ്റെ കേസാണ് മലയാളിയെക്കുറിച്ച് പറഞ്ഞിട്ട്. പക്ഷേ മലയാളികളുടെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന മലയാളികളുടെ സൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഡിജോ ജോസ് ആൻ്റണിയുടെയും നിവിൻ പോളിയുടെയും ഷാരിസ് മുഹമ്മദിൻ്റെയും ജേക്സ് ബിജോയുടെയും സിനിമയിലുടനീളമുള്ള എല്ലാവരെയും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പരിചയമുള്ള ഇത്രയും ആളുകളുടെ പേര് ധ്യാൻ ചേട്ടൻ. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയിലുണ്ട്. മഞ്ജു ചേച്ചി, അവരെല്ലാം അവരവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. ഏത് പ്രായഭേദമന്യേ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പടം തെറ്റില്ല. ഡിജോൻ്റെ ഒരു ജനഗണമന കഴിഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതിൽ എനിക്ക് തോന്നിയത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുള്ള ഒരു തീമിൻ്റെ അകത്ത് കാണിക്കേണ്ടതിൻ്റെ അത് ഏതായാലും അത് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കഥാപാത്രം നമ്മൾ ഇപ്പോൾ കാണുന്നു. പിന്നെ ധ്യാൻ്റെ അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ മഞ്ജുപിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അമ്മ കഥാപാത്രം. അതെ 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 ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയവും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. ഒരു അഭ്യസ്ത തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥയും എല്ലാം ചേർന്നൊരു സിനിമയാണിത്. രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ അതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ.